നമുക്ക് നിലമ്പൂരിലേക്ക് നേരിട്ട് പോകാം. അവിടെ ആര്യടൻ ഷൗക്കത്തിൻ്റെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നടക്കുകയാണ്. അമരമ്പലം പഞ്ചായത്തിലാണ് ഇപ്പോൾ UDF സംഘമുള്ളത്. ഷിനോജ് നമുക്കൊപ്പമുണ്ട്. ഷിനോജ്, എങ്ങനെ പോകുന്നു? ഇന്നലെയും പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളായിരുന്നു, ഇന്നും അങ്ങനെ തന്നെയാണ്. എങ്ങനെയുണ്ട് ഈ നടക്കുന്ന വിവാദങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ എങ്ങനെയെങ്കിലും ബാധിക്കുന്നുണ്ടോ? അതോ അത് വേറെ ലോകത്ത് ഇങ്ങനെ ആളുകളെ കൂട്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്? ദിവിഷ പ്രചാരണം അതിശക്തമായി തന്നെ പോവുകയാണ്. നമുക്കിപ്പോൾ ഉള്ളത് അമരമ്പലം പഞ്ചായത്തിലെ തൊട്ടേക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഇപ്പോൾ ആര്യടൻ ഷൗക്കത്തിന്റെ പ്രചാരണം തുടങ്ങി അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത പോയിന്റിലേക്ക് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രവർത്തകരുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ലീഗിന്റെ ഒക്കെ തന്നെ ഒരുപാട് പ്രവർത്തകർ ഈ പ്രചാരണത്തിനൊപ്പമുണ്ട്. ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവർ പലതരത്തിലുള്ള വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്ന് രാവിലെയും അൻവർ പലതരത്തിൽ ആര്യടൻ ഷൗക്കത്തിനെയൊക്കെ തന്നെ ഉന്നമിട്ടുകൊണ്ട് പല പ്രസ്താവനകളൊക്കെ നടത്തി. 2026 ഷൗക്കത്തിന് മത്സരിക്കാൻ അവസരം നൽകി ഇത്തവണ ജോയിക്ക് സീറ്റ് നൽകാൻ തുടങ്ങിയ ചർച്ചകളൊക്കെ തന്നെ ഷൗക്കത്ത് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഷൗക്കത്ത് പറഞ്ഞത് അത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള പ്രതികരണമാണ് അൻവർ നടത്തിയിരിക്കുന്നത്. പക്ഷേ അത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ പ്രതികരിക്കാതെ അത്തരം അൻവറിനെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ജനകീയ വിഷയങ്ങൾ മുന്നോട്ട് വെച്ചുള്ള പ്രചരണത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ മുതിരുന്നത്. അല്പസമയം മുൻപ് ഈ വിഷയത്തിൽ ആര്യടൻ ഷൗക്കത്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. ഷൗക്കത്തും പറയുന്നത് അൻവറിനെ പൂർണ്ണമായി അവഗണിക്കുക, ആ വിഷയങ്ങളിലൊന്നും തന്നെ മറുപടി പറയാൻ താനില്ല എന്നൊരു കാര്യമാണ് ആര്യടൻ ഷൗക്കത്തും പറയുന്നത്. എന്തായാലും നമുക്കിപ്പം കുറച്ച് യുവ UDF പ്രവർത്തകരൊക്കെ ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് ആവേശം? ആവശ്യം നല്ല ആവശ്യത്തിലാണ്. നിലമ്പൂര് തൂക്കും, ഷൗക്കത്ത് തൂക്കും. പിന്നെന്താ ഉറപ്പല്ലേ? 100% ഷൗക്കത്ത് തൂക്കും. കാരണം അയാളിവിടെ 9 വർഷമായിട്ട് ഈ നാട്ടിൽ നിന്ന് അയാൾ എങ്ങോട്ടും പോയിട്ടില്ല. ഈ നാട്ടിലത്തെ ജനങ്ങൾക്ക് വേണ്ടി, ഈ നാട്ടിലത്തെ പാവങ്ങൾക്ക് വേണ്ടി, ഈ നാട്ടിൽ തന്നെ അയാൾ ഓരോ ഓപ്പോസിറ്റ് സ്വരാജാണ്. അതിൽ സ്വരാജ് എന്ന് പറഞ്ഞ സ്വരാജ് ഈ LDF കാറ്റടിച്ചപ്പോൾ തോറ്റ സ്ഥാനാർത്ഥിയാണ്. അങ്ങനെയൊന്നും പറയില്ല. LDF തരംഗത്തിലും തോറ്റ സ്ഥാനാർത്ഥിയാണ്. അയാൾ നല്ല MLA ആണ്. അയാൾ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടൂലേ? അയാൾ തെരഞ്ഞെടുത്തിട്ടില്ലല്ലോ. അയാൾ ഷൗക്കത്ത് ഉറപ്പാണ്. 100% വിജയിച്ചിരിക്കും. പ്രിയങ്ക ഗാന്ധിയൊക്കെ വരുന്നുണ്ടോ? പറയും. പ്രിയങ്ക ഗാന്ധി വരുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയൊക്കെ മണ്ഡലത്തിൽ വരുന്നുണ്ട്. നല്ലൊരു പ്രചരണം തന്നെ നടക്കും. നിലമ്പൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണി നല്ലൊരു വിജയം. അടുത്ത ആഴ്ച പ്രിയങ്ക ഗാന്ധി വരുന്നതാണ്. ഞങ്ങൾക്ക് സ്വരാജിനെ എപ്പോഴാണ് അറിയണത്? അളി നാട്ടുകാരെ അങ്ങനെ പറയില്ല. അല്ല, ഈ 9 വർഷം ആൾ എവിടെ ആയിരുന്നു? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ സ്വതന്ത്രമായി നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. അൻവർ ഇയാൾ ഇവിടെ ഉണ്ടെങ്കിലേ പാർട്ടി മെമ്പറൊക്കെയാണ് അയാൾ. ഈ 9 വർഷം ആൾ എവിടെയായിരുന്നു? ഇപ്പൊ ഒരു നാട്ടുകാരനാണ്. ഇപ്പൊ നാട്ടുകാരനെ പറയണ്ടേ? ഞങ്ങൾ കണ്ടില്ല. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ മുസ്ലിം ലീഗുകാരനാണ്. ഞങ്ങളിവിടെ കോൺഗ്രസ്സുകാരെ താല്പര്യം ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ബാബുട്ടി ജയിക്കണം എന്നുള്ളത്. ഇനി കോൺഗ്രസിനേക്കാൾ സജീവമായിട്ട് ലീഗ് ഉണ്ട്. ഉള്ള ലീഗ് ഉണ്ട്. പച്ചക്കുടിയിട്ട് ബൈക്ക് നമ്മളെ ബൈക്കാണ്. കോൺഗ്രസിലെ ഉഷാറാണ് ലീഗ് തന്നെയാണ് പോകുന്നത്. ഒരൊപ്പം നിന്ന് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ശക്തമാണ്, വളരെ ശക്തമാണ്. അതിഗംഭീരമായ മത്സരമായിരിക്കും നിലമ്പൂർ മണ്ഡലത്തിൽ. സ്വരാജ് വെല്ലുവിളിയൊന്നുമില്ല, വെല്ലുവിളിയായിട്ടൊന്നുമില്ല. അൻവർ പ്രശ്നമുണ്ടോ? അൻവർ പ്രശ്നമില്ല, കുറച്ച് ചില്ലറ വോട്ടുകൾ കിട്ടും. ചില്ലറ കൂട്ടി വെച്ചാൽ പ്രശ്നമാവൂലേ? ഇല്ല, ചില്ലറ കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് പോകും. പക്ഷേ ഷൗക്കത്ത് കാക്കാക്കില്ല വോട്ട് അവിടെ കടക്കും. ഭൂരിപക്ഷം എത്രയാ ഉദ്ദേശിക്കുന്നത്? ഭൂരിപക്ഷം എന്റെ ഒരു അഭിപ്രായത്തിൽ ചുരുങ്ങിയത് 6ന്റെ താഴത്തേക്ക് പോരൂല. എങ്ങനെ ഇവിടെ കളിച്ചാലും 6000 വോട്ടിന്റെ താഴത്തേക്ക് ഷൗക്കത്താക്ക, അതായത് 6000ന്റെ മോൾക്ക് ലീഡ് ഉണ്ടാവുന്നത്. അൻവർ എത്ര വോട്ട് പിടിക്കും? ചിലപ്പോൾ 15 വരെ പോകും, 25 വരെ പോകും. ആര്യടൻ ഷൗക്കത്തിന്റെ കാര്യം പറയുന്നത്. അൻവർ എത്ര വോട്ട് പിടിക്കും? എന്റെ അഭിപ്രായത്തിൽ ഒരു 3000 വോട്ട് കിട്ടിയ ഭാഗ്യം. നിങ്ങളൊക്കെ ഇവിടെ അമരമ്പലം പഞ്ചായത്തിലുള്ളതാണ്? ഞാൻ ഇവിടെ തന്നെയാണ്, തോട്ടേക്കാട് തന്നെ. ഇവിടുന്ന് പോയി ഇവിടെ തന്നെ 1 കിലോമീറ്റർ. അൻവർ ചിത്രത്തിൽ ഉണ്ടാവില്ല. ചിലപ്പോ അൻവർ ഇപ്പൊ പറയണല്ല, കുറച്ച് കണ്ട് പറഞ്ഞു. അപ്പൊ അയാൾ അവസാന നിമിഷം അയാള് ആ സമയം ഉണ്ടല്ലോ, മാറുന്ന സമയം, ആ സമയത്ത് അൻവർ പിന്മാറിയിരിക്കും. അതാണ് തന്ത്രം. അയാള് 3000 ഞാൻ പറഞ്ഞു ചിലപ്പോ അത്രയും ഉണ്ടാവില്ല. അത് കണക്കിന്റെ കളി. അയാള് ഒരു 10,000-ന് മുകളിൽ ഉണ്ടാവും. അതല്ല, 2026 ഇലക്ഷനാണ് അയാൾ. അൻവറിന്റെ ഒരു ടാലന്റ് അതാണ്. അതായത് 2026 എങ്ങനെ സീറ്റ് സംഘടിപ്പിക്കുക, അതിനുള്ള തന്ത്രങ്ങൾ മുഴുവൻ പറ്റിയാണ് അൻവർ. അവസാനം പറയുമ്പോൾ നിങ്ങളല്ലേ ചർച്ചകൾക്ക് മുന്നിട്ട് നിന്നത്? അൻവർ ആര് ചർച്ച? ഇവിടെ നമ്മളെ പ്രതിപക്ഷ നേതാവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അൻവർ അവസാനങ്ങൾ കണ്ടോളൂ. നിങ്ങൾ മാതൃഭൂമി ചാനലല്ലേ? അൻവർ ചിത്രത്തിൽ ഉണ്ടാവില്ല. അയാളെ പിൻവലിക്കേണ്ട ദിവസം പിൻവലിച്ചിരിക്കും. അയാൾക്കൊരു സീറ്റ് വേണം. അയാൾ UDF പിന്തുണക്കും. അങ്ങോട്ടാ വരുന്നത്. ഗോപാലൻ ചേട്ടൻ പറയുന്നത് മാതൃഭൂമി ചാനൽ കാണുന്ന എല്ലാവരും കണ്ടോളി, അൻവർ പിൻവലിക്കും. അവസാനം അയാൾ തന്ത്രമാണ്. അയാളെ ഇവിടെ ആരുമില്ല. അയാൾ നിൽക്കുകയാണെങ്കിൽ 1000 വോട്ടായി കിട്ടുള്ളൂ. കോൺഗ്രസുകാരെക്കാൾ മുകളിലാണ് ബാപ്പുട്ടിക്ക ജയിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രചാരണത്തിന് ഇറങ്ങുന്നത്. ഞങ്ങൾ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്നാണ് ലീഗുകാരുടെ ആത്മവിശ്വാസം.